കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സിങ് എൻസൈംസ് ഇവിടെയാണെങ്കിൽ RUBP കാർബോക്സിലേസ് ആണ്, റുബിസ്കോ എന്ന് പറയുന്നത്. ഇവിടെ PEP കാർബോക്സിലേസ് ആയിരിക്കും, കാരണം ഇവിടെ കോൺസെൻട്രേഷൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വളരെ കുറവാണ്. ഫൈനലി ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് അത് C3-ലാണെന്നുണ്ടെങ്കിൽ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണെങ്കിൽ C4-ലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, ദാറ്റ് ഈസ് ഓക്സാലോ അസിറ്റിക് ആസിഡ്. ഇത്രയാണ് വരുന്നത്. അടുത്ത കുറച്ച് ഡിഫറൻസും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഫ് അനാട്ടമി. ഞാൻ ലീഫ് അനാട്ടമിയുടെ കാര്യം പറഞ്ഞു. C3-ൽ നോർമൽ ആണെങ്കിൽ C4-ൽ അത് ക്രാൻസ് അനാട്ടമിയാണ്. നിങ്ങൾ അത് മാത്രം ഓർത്തിരിക്കുക, ക്രാൻസ് അനാട്ടമി ആയിരിക്കും. ഇനി കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞു C3-ൽ നോർമൽ ആയിരിക്കും, പക്ഷേ C4-ൽ കൂടുതലായിരിക്കും. ദെൻ ഫോട്ടോ റെസ്പിറേഷൻ, ലൈറ്റിൻ്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടത്തുന്നത് നോർമലി തന്നെയായിരിക്കും C3-ൽ, പക്ഷേ C4-ൽ കുറച്ചും കൂടെ ഇത് ഈ പറയുന്ന ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ എഫിഷ്യൻസി, C3 ലെസ് എഫിഷ്യൻറ്റ് ഇൻ ഫോട്ടോസിന്തസിസ് ദാൻ C4. കാരണം എന്താ? ലോവർ എനർജി മാത്രമേ ഇവിടെ, മീൻസ് ലോവർ എഫിഷ്യൻസി മാത്രമാണ് ഇവിടെ ഉള്ളത്, പക്ഷേ ഇവിടെ എഫിഷ്യൻസി കുറച്ചും കൂടെ കൂടുതലാണ് കമ്പയർ ടു C3. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ലൈറ്റ് എനർജി ഉപയോഗിച്ച് ആ ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആക്കി അതിനെ കൺവേർട്ട് ചെയ്യുന്നു, അങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം ഒരേപോലെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഫോട്ടോസിന്തസിസ് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്ത് നടക്കും. സോ അതിനെ നമ്മൾ പറയുന്നതാണ് ഫോട്ടോസിന്തസിസ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. അത് ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇതിനകത്ത് ഇന്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അകത്തുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്ന് ക്ലോറോഫിൽ, ഇത് ലീഫുമായി ബന്ധപ്പെട്ട. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇന്റേണൽ ഫാക്ടേഴ്സ് ക്ലോറോഫിൽ, ലീഫ് എടുത്തു കഴിഞ്ഞാൽ ക്ലോറോഫിൽ കാണുമല്ലോ. അപ്പോൾ ഇവിടെ എത്രത്തോളം ക്ലോറോഫിൽ പ്രസന്റ് ആണ് എന്നുള്ളത് അതൊരു ഫാക്ടറാണ്. 2, ലീഫിന്റെ ഏജും അനാട്ടമിയും. ലീഫ് വലുതാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏരിയ കൂടുതലായിരിക്കും, ഫോട്ടോസിന്തസിസ് കുറച്ചും കൂടെ കൂടുതൽ നടക്കും, അബ്സോർപ്ഷൻ നടക്കും. അതേസമയം ഏജ് ആവുന്നതും ലീഫിന്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അടുത്തത്, അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലീഫിൻ്റെ അകത്ത് നമ്പർ ഓഫ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്നത് ലീഫിൻ്റെ അകത്ത് സ്റ്റൊമാറ്റ ഒരു പയറുമണിയുടെ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റ അടയുകയും തുറക്കുകയും ചെയ്യുന്ന വഴിയാണ് ഇവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സൈസ്, ആ ലീഫിൻ്റെ അകത്തുള്ള സെല്ലുകളുടെ ഇന്റർസെല്ലുലാർ സ്പേസ്. ദെൻ തേർഡ് വൺ, റിലേറ്റീവ് പ്രപ്പോർഷൻ ഓഫ് പാലിസൈഡ് ഡിസ്പോയിൻറ്റഡ് ടിഷ്യൂസ്. ഇവിടെയും ഇതുപോലെ തന്നെ ടിഷ്യൂസ് തമ്മിലുള്ള അറേഞ്ച്മെൻറ്റ്. ദെൻ തിക്നെസ്, ചില ഇലകൾ എടുക്കുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് നമുക്ക് തോന്നും, അതേസമയം ചില ഇലകൾ എടുക്കുമ്പോൾ വളരെ സ്പോഞ്ചായിട്ട് പെട്ടെന്ന് നമുക്ക് കീറിക്കളയാൻ പറ്റും. സോ അതതിൻ്റെ ആ ഔട്ടർ മോസ്റ്റ് ലെയർ ക്യൂട്ടിക്കിൾ അത് വളരെ തിക്കാണെന്നുണ്ടെങ്കിലും അതൊരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. പിന്നെ പ്രധാനമായിട്ടും പോകുന്നത് ഡിമാൻഡ് ഫോർ ഫോട്ടോസിന്തറ്റേറ്റ്, അതായത് ചിലപ്പം റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നത്, ഇപ്പം മുള പോലെ തന്നെ മുളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന, കാരണം അവിടെ ഫോട്ടോസിന്തസിസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഷബ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ഗ്രോത്ത് അതിനനുസരിച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക് റേറ്റ് കുറയുകയും കൂടുകയൊക്കെ ചെയ്തിരിക്കും. പിന്നെ പ്ലാന്റ് മെച്ചർ ആവുന്നതിനനുസരിച്ച് ഈ പറയുന്ന അവരുടെ മാക്സിമം ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാലും ഫോട്ടോസിന്തസിസ് റേറ്റ് കുറയുകയും കൂടുകയൊക്കെ ചെയ്തിരിക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞു. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ വാട്ടർ, മിനറൽസ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ന്യൂട്രിയൻസ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഔട്ടറിലായിട്ട് നമുക്ക് ഔട്ടർ പെരിഫറൽ റീജിയൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതൊക്കെ. പിന്നെ അടുത്തായിട്ടുള്ള ഒരു പോയിന്റാണ് കീമോസിന്തസിസ്. കീമോസിന്തസിസ് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാലും ചില ബാക്ടീരിയാസ്, ഗ്രീൻ പ്ലാന്റ്സിൽ നടക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. കീമോസിന്തസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ബാക്ടീരിയാസ്, ചില ബാക്ടീരിയാസ് കെമിക്കൽ എനർജി ഉപയോഗിക്കും. കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദേ യൂട്ടിലൈസ് കെമിക്കൽ എനർജി ആൻഡ് റിലീസ്. ഇത് റിലീസ് ചെയ്യുന്നത് ബയോളജിക്കൽ ഓക്സിഡേഷൻ
നടക്കുമ്പോഴാണ്. ബയോളജിക്കൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ചില ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് ബയോളജിക്കൽ ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ നടത്തിയ ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വഴി കാർബോഹൈഡ്രേറ്റിനെയാണ്. അതായത് അവർ ബാക്ടീരിയാസ് കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കീമോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. കീമോസിന്തസിസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ഈ ബാക്ടീരിയയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് നമ്മൾ പറയുന്നത്. ഓട്ടോട്രോപ്സ് എന്ന് കോമൺലി പറയുന്ന പ്ലാന്റ്സിനെയാണ്. പക്ഷേ ഇവിടെ ബാക്ടീരിയാസ് കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്. ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്നാണ് സെൽഫ്. മെയിനായിട്ടും കളർലെസ് ആയിട്ടുള്ള പിഗ്മെന്റഡ് ഒന്നും അല്ലാത്ത ബാക്ടീരിയാസാണ് കൂടുതലായിട്ടും ഇവർ കെമിക്കൽ എനർജി ഉപയോഗിക്കുന്നത്. പിന്നെ മോസ്റ്റ്ലി അതിന് എക്സാമ്പിൾസ് ഉണ്ട് കുറച്ച്. അതാണ് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഒന്ന് സൾഫർ ബാക്ടീരിയ, അതുപോലെ തന്നെ നമ്മുടെ നൈട്രോബാക്ടർ, ദെൻ നൈട്രോസൊമോണാസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നൈട്രിഫൈങ് ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ, അയൺ ബാക്ടീരിയ, അതൊക്കെയാണ് എക്സാമ്പിൾ. ദെൻ ഹൈഡ്രജൻ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഒക്കെയാണ്. പിന്നെ അതാ ഫോട്ടോസിന്തസിസും കീമോസിന്തസിസും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് കീമോസിന്തസിസ് നമ്മൾ പറഞ്ഞു കളർലെസ് ആയിട്ടുള്ള അണൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കീമോസിന്തസിസ് നടക്കുന്നത് കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ചില കളർലെസ് ആയിട്ടുള്ള അനൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അത് ഗ്രീൻ പ്ലാന്റ്സിൽ മാത്രമല്ല ഗ്രീൻ ബാക്ടീരിയയിലും നടക്കുന്നുണ്ട്. ഗ്രീൻ പിഗ്മെന്റഡ് ആയിട്ടുള്ള എല്ലാ ബാക്ടീരിയാസിലും ഫോട്ടോസിന്തസിസും നടക്കുന്നുണ്ട്. അതേസമയം കീമോസിന്തസിസിൻ്റെ അകത്ത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറ്റുന്നു. പക്ഷേ ഇവിടെ ലൈറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. ലൈറ്റോ ക്ലോറോഫിലോ ഒന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതേസമയം ഫോട്ടോസിന്തസിസിലേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവർ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റും ക്ലോറോഫിലും പ്രസൻ്റ് ആണ്. ദെൻ തേർഡ് വൺ കെമിക്കൽ എനർജി. ഇവിടെ കെമിക്കൽ എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഈ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹിയർ കെമിക്കൽ എനർജി ഈസ് റിലീസ്ഡ്. മൂന്നാമത്തേത് കെമിക്കൽ എനർജി റിലീസ് ചെയ്യുന്നു. എപ്പോഴാണ്? ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ കൺവേർട്ട് ചെയ്ത് അവർക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് കെമിക്കൽ എനർജി റിലീസ് ചെയ്യുന്നു. ദെൻ ഇവിടുത്തെ കേസ് വരുമ്പോഴത്തേക്കും ലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. സോ ഹിയർ ഒരിക്കൽ കൂടി കീമോസിന്തസിസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഉപയോഗിച്ച് കെമിക്കൽ എനർജി റിലീസ് ചെയ്യുന്നു. എപ്പോൾ? ഇനോർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഓക്സിഡേഷൻ നടന്നതിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ. ഇനി കീമോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇവിടെ നോൺ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളാണ്. ഇവിടെ ഓക്സിജൻ ഇൻവോൾവ്ഡ് അല്ല. അതേസമയം ഫോട്ടോസിന്തസിസിൻ്റെ അകത്താണെങ്കിൽ ഫിഫ്ത്ത് പോയിന്റ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഞാൻ പറഞ്ഞു ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ADP മോളിക്യൂൾ ആഡ് ചെയ്യുന്നതാണ് ഫോസ്ഫോറിലേഷൻ. ലൈറ്റിൻ്റെ പ്രസൻസിലാകുമ്പോൾ അത് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയും. ഈ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്ന ഫോട്ടോസിന്തസിസിൽ മാത്രമേ ഉള്ളൂ. കീമോസിന്തസിസിൻ്റെ അകത്ത് അങ്ങനെയൊന്നും തന്നെ നടക്കുന്നില്ല. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ഒന്നും നടക്കുന്നില്ല. 2-3 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കുക. ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട് ഇല്ലയോ എന്നറിയുക. ദെൻ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുമില്ല. പിന്നെ തേർഡ് വൺ ഗ്രീൻ പ്ലാന്റ്സിലും ഗ്രീൻ ആൽഗീസ് ബാക്ടീരിയാസിലായിരിക്കും നടക്കുന്നത്. ദെൻ കീമോസിന്തസിസ് അനൈറോബിക് ആയിട്ടുള്ള ആൾക്കാരിലായിരിക്കും നടക്കുന്നത്. അതുപോലെ കളർലെസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ക്ലോറോഫിലോ മറ്റ് കമ്പോണൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതേസമയം ഫോട്ടോസിന്തസിസിൽ ലൈറ്റിൻ്റെ പ്രസൻസിലായിരിക്കും ക്ലോറോഫിൽ പോലുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഫോട്ടോസിന്തസിസിൻ്റെ സമ്മറി. ആക്ച്വലി ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 സ്റ്റേജാണ് ഉള്ളത് ഈ ലീഫിൻ്റെ അകത്ത് തന്നെ. ഒന്ന് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേജും ഉണ്ട്. അത് കഴിഞ്ഞിട്ടത് ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ, ഇത് ഡാർക്ക് സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ലൈറ്റ് സ്റ്റേജും ഇത് ഡാർക്ക് സ്റ്റേജും. പിന്നെ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഡാർക്ക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ആണ് സംഭവിക്കുന്നത്. ഈ ഹൈഡ്രജൻ്റെ അകത്തുനിന്ന് ഗ്രാനയിലാണ് ഇത് നടക്കുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂളാണിത്. നെക്സ്റ്റ് നമ്മൾ ഡാർക്ക് സ്റ്റേജിലേക്കാണ് പോകുന്നത്. ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഇവിടെ സ്ട്രോമയുണ്ട്. ഈ സ്ട്രോമയിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് അത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട്
കൺവേർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വീണ്ടും ആ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജിനെ പറ്റി ഒന്ന് പറയാണ്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ് ആണെങ്കിൽ അത് തൈലക്കോയിഡ് മെമ്പറൈൻ ഗ്രാനൈലായിരിക്കും. അതേസമയം ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഡാർക്ക് ആണെങ്കിൽ അത് സ്ട്രോമയിലും. ദെൻ ഇവിടെ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിൽ ഫോട്ടോകെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ബയോകെമിക്കൽ ചേഞ്ച് ആണ് ഈ ഡാർക്ക് സ്റ്റേജിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ഫോട്ടോ സിസ്റ്റംസ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിൽ. പക്ഷേ ഇവിടെ നേരെ കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് അവർ ഫുഡായിട്ട് മാറ്റുകയാണ്, മീൻസ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറ്റുകയാണ്. ലാസ്റ്റ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, എന്തുകൊണ്ട് പ്രൊക്യാരൂട്ട്സിൽ ഈ പറയുന്നത് പോലെ ATP സിന്തസിസും നടക്കുന്നില്ല? അതിന് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൊക്യാരൂട്ട്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസും ഇല്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡിയിൽ ഈ പ്ലാസ്മ മെമ്പറിൻ്റെ അകത്ത് ഒരു H+, അതായത് ഹൈഡ്രജൻ അയോൺ ഗ്രേഡിയൻറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പ്രൊക്യാരൂട്ട്സിൻ്റെ ബോഡിയിൽ ഹൈഡ്രജൻ അയോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് പ്രൊക്യാരൂട്ട്സ് ആണ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസും അതിന് പ്രസൻ്റ് അല്ല. അതാണ് ഇവിടെ പറയുന്നത്, ലാക്ക് ഓഫ് ഓർഗനൈസ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ടു ജനറേറ്റ് H+ ഗ്രേഡിയൻറ്റ് അക്രോസ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ H+ ഹൈഡ്രജൻ അയോൺസിൻ്റെ ഒരു ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസിനെ ജനറേറ്റ് ചെയ്യാൻ പ്രൊക്യാരൂട്ട്സിന് സാധിക്കില്ല, കാരണം അവർക്ക് മൈറ്റോകോൺട്രിയോ മറ്റു ഓർഗനൈസോ ഒന്നും തന്നെ ഇല്ല. സോ ദേ കനോട്ട് പ്രൊഡ്യൂസ് ATP or they can't do ATP സിന്തസിസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ.